Please enjoy. Please enjoy. Please enjoy. Please enjoy. എന്തിനാ ഉണ്ണി എന്ന് വെച്ചേ സ്വന്തം അച്ഛൻ സ്വന്തം മകനെ ചതിച്ച കഥ ലോകം മൊത്തം പറയട്ടെ ഞാൻ. എന്തിനാണ് എനിക്ക് ഈ സായിപ്പിനെ പോലെ ആവണം. നിനക്കത് ഭ്രാന്തട്ടാ ഭ്രാന്ത്. അച്ഛൻ ചെയ്ത ദ്രോഹത്തിന്റെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. ഞാൻ എന്ത് ദ്രോഹാണ് എനിക്ക് ഇത് ഞാൻ എന്ത് ദ്രോഹം എനിക്ക് ഇത് ഞാൻ എന്ത് ദ്രോഹാണ് എനിക്കത് ഞാൻ എന്താക്കിന്ന നീ പറയുന്നു എന്തിനാ അച്ഛൻ എന്റെ കർത്തമ്മയെ കല്യാണം കഴിച്ച്? കർത്തമ്മ എന്റെ അമ്മ കറുത്തിട്ടാണല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ കറുത്തു പോയത്. ഏതെങ്കിലും ഒരു മദാമയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു സായിപ്പായി ഞാൻ ഇവിടെയൊക്കെ ഓടിച്ചാടി കളിക്കുമായിരുന്നില്ല അച്ഛാ. എടാ നിന്റെ അമ്മയുണ്ടല്ല ഈ നാട്ടിലെ ഏറ്റവും നല്ല സുന്ദരിയായിരുന്നു, അറിയാ? അറിയാം. എന്നാലും കർത്തമ്മയല്ലേ? കർത്തമ്മ. അതുകൊണ്ട് ഞാൻ കറുത്തത്. വെളുത്ത നിറമുള്ള എന്റെ പൊന്നച്ഛ, ആത്മാർത്ഥമായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ മോനല്ലേ ഞാൻ? നായിന്റെ മോനെ നിന്റെ പള്ളി അടിച്ചു തെറിപ്പിക്കും കളം. അപ്പം അച്ഛന്റെ മോനെ ഞാൻ ഉറപ്പിച്ചു. ഒരു വെളുപ്പം വരും സായിപ്പും. ഞാൻ ഒറ്റ കാര്യം കൂടെ ചോദിക്കുന്നു അച്ഛാ, കുറച്ച് പൈസ തരും എനിക്ക്. എന്തിനു പൈസ? എന്തിനേക്ക് പൈസ? മനസ്സിൽ കുറ്റബോധം തൂത്തി തുടങ്ങിയാൽ ചെയ്യുന്നല്ലേ യാന്ത്രിയായിരിക്കും. എനിക്ക് കുറച്ച് പൈസ വേണം. എന്തിനു? അത് ആവശ്യമുണ്ട് അച്ഛാ. എന്റെ കൈ വന്ന് താങ്ങിപ്പോവും ഞാനാ. പറഞ്ഞു ഇത് ഒന്നേ ഇല്ലു ആ ഒന്നിന് കുറച്ച് പൈസ കൂടെ. ആണോ മോനെ? ഓഹോ ഒരുപാട് സന്തോഷം മോനെ. മലപ്പുറത്താണല്ലേ മോനെ? മോന്റെ ഫ്രണ്ട്സിന്റെ പേരെന്താ? ബിനീഷ്, സനീഷ്, മനീഷ്, മോൻ രതീഷ് അല്ലേ മോനെ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, മോന്റെ നമ്പർ എടുത്തിട്ട് ഞാൻ അതിൽ ഒരു പാഴ്സലിൽ നിങ്ങൾ ഫ്രണ്ട്സിന് 4 പേർക്കും 4 ബോട്ടിൽ അയച്ചു തരാം. അവർക്കെല്ലാം കൊടുക്കൂ. ഞങ്ങളുടെ ലക്ഷ്യം പുതിയ തലമുറ, യൂത്ത് എല്ലാവരും വെളുത്ത് നല്ല സായിപ്പ് കുട്ടികളെ പോലെ ആവണം. താങ്ക്സ് കേട്ടോ വിളിച്ചതിന്. ശരി. മലപ്പുറത്ത് ഒരു ട്യൂട്ടോറിയൽ കോളേജിലൊരു കുട്ടിയാ. ഇത് ഒരു ഒറ്റ ആഴ്ച തേച്ചതേ ഉള്ളു വെളുത്തുന്ന്. അല്ല സാറേ പറഞ്ഞു നന്നായി. കൊടുക്കാം, കുട്ടികൾക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണം. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാരും ഞാനിപ്പോ 3 ജില്ലയുടെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. പോയിട്ട് ബാക്കിയുള്ള ജില്ലയുടെ ചുമതലയാണ് ഞാൻ നോക്കുന്നത്. ഞാൻ നോക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ഏതാണ്ട് ഒരു 90% നല്ല കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്.
പക്ഷെ നിങ്ങളെയൊക്കെ അവിടെയുള്ള ടാർഗറ്റ് നിങ്ങൾ 60% ആയിട്ടുള്ളൂ. എന്റെ ജില്ല അത്യാവശ്യം വെളുത്തിക്കണ്. വെളുപ്പിക്കണം. ഇപ്പൊ കാസർഗോഡ് ഈ വളരെ കറുപ്പാ. കാസർഗോഡ് ഇങ്ങനെ മാർക്കറ്റ് ചെയ്താൽ പോലെ കാര്യമായിട്ട് നോക്കണം. കാരണം അതെ, എനിക്ക് വെളുപ്പിക്കൽ പരിപാടി കഴിഞ്ഞിട്ട് വേണം ഇവിടുത്തെ കറുപ്പിക്കൽ പരിപാടി തുടങ്ങാൻ. സാറ് പറഞ്ഞിരുന്നത് ഡൈ ഇറങ്ങുന്നുണ്ട്. അതെ, നമ്മളെ ഇത് ക്രോ ബ്ലാക്ക്, കറുപ്പ, അങ്ങനത്തെ സാധനമാണ്. സാറേ എനിക്കൊരു സജഷൻ പറയാനുണ്ട്. ഇപ്പൊ ഏത് പ്രൊഡക്റ്റ് വിപണിയിൽ ഇറങ്ങിയാലും അതിന് പരസ്യം അത്യാവശ്യം സാറേ. നമുക്ക് പരസ്യം നമ്മൾ ഈ മാഗസീനിലൊന്നും എഴുതിയിട്ട് ഒരു കാര്യമില്ല. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ആൾക്കാർ തേച്ചവർ അടുത്ത ആൾക്കാരെ തേപ്പിക്കുക, അതാണ് അതിന്റെ ഒരു രീതി. അതല്ല സാറേ, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഇപ്പൊ ഈ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇപ്പൊ ഈ സാധനം കയ്യിൽ വെച്ചിട്ട് ഈ സാധനം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ ആൾക്കാരോട് പറയുമ്പോൾ ഈ സാധനം എന്ന് പറയരുത്, വെള്ളാരം യൂത്ത് ക്രീം. ഈ വെള്ളാരം യൂത്ത് ക്രീം ഇപ്പൊ മമ്മൂട്ടി മോഹൻലാൽ ഇത് കയ്യിൽ വെച്ചിട്ട് മക്കളെ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ വിളക്കും വെള്ളാരം യൂത്ത് ക്രീം എന്ന് മോഹൻലാൽ പറയും. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ മമ്മൂക്ക ഒരാഴ്ച കൊണ്ട് വെറും ഒരാഴ്ച കൊണ്ടാണ് നിങ്ങൾ വിളക്കാൻ പോകുന്നത് വെള്ളാരം യൂത്ത് ക്രീം. ഇങ്ങനെ ഒരു സാധനം വന്നെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. നമുക്ക് ഇതൊക്കെ മാറ്റാം, ഓഫീസൊക്കെ മാറ്റേണ്ടി വരും ചിലപ്പോ. നമ്മൾ ഈ പരസ്യമില്ലാത്തതുകൊണ്ടാണ് ബിസിനസ് കുറവെന്നുണ്ടെങ്കിൽ പരസ്യം ചെയ്യാം. അപ്പൊ മമ്മൂട്ടിനെ മോഹൻലാലിനെ ആരാന്ന് വെച്ചാല് വിളിച്ചിട്ട് വന്ന് ചെയ്തോളാൻ പറയും. അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കേണ്ടി വരും. റെമ്യൂണറേഷൻ ഒക്കെ കൊടുക്കണോ? പൈസ കൊടുക്കണ്ടേ? ഞാൻ ഈ സത്യത്തില് പരസ്യത്തിന് അങ്ങനെ ഒരു ബഡ്ജറ്റ് ഒന്നും കണ്ടിട്ടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, മമ്മൂട്ടിനെ മോഹൻലാലിനെ ആരാന്ന് വെച്ചാൽ വിളിച്ചിട്ട് അവരോട് ഒരു ഓഫർ കൊടുക്ക്. അവരോട് പറയേ ആരായാലും നമ്മൾ ഒരു വർഷത്തേക്ക് തേക്കാനുള്ള വെള്ളാരം യൂത്ത് ക്രീം ഫ്രീ ആയിട്ട് അവർ വീട്ടിലെത്തിച്ചു കൊടുക്കുമെന്ന് പറയും. സാർ ഇവർക്ക് ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ എങ്ങോട്ട് വെളുക്കാനത് തേച്ചിട്ട്? അല്ല, ഇത് വെളുക്കൽ മാത്രമല്ലല്ലോ, വെള്ളാരം യൂത്ത് ക്രീം അല്ലേ, ചെറുപ്പമാകുമല്ലോ. അത് കൂടെ പറയും അവരോട്. നിങ്ങൾ ഇതാണ് ബിസിനസ് അറിയില്ല നിങ്ങൾ. എത്ര ബഡ്ജറ്റ് കാണണം അതൊന്ന് പറയും സാർ. ഞാൻ നമ്മുടെ ഈ പരസ്യത്തിനായിട്ട് എനിക്കിപ്പോ നോക്കണമെങ്കിൽ ഒരു അങ്ങനെ വരണമെങ്കിൽ ഞാനൊരു 1,00,000 രൂപ നമുക്ക് ബഡ്ജറ്റ് വെക്കാം. 1,00,000? 1,00,000. എടാ, ആർട്ടിസ്റ്റ് വന്നേക്കുമ്പോ ഒരു മിഡ് വെച്ചാൽ മതി. ആദ്യം മിഡ് വെച്ചിട്ട് ഇൻസെർട്ടിൽ പുള്ളിയുടെ ബ്ലാക്ക് കളറിലെ പഴയ പടം നമ്മൾ കാണിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇയാൾ വെളുത്തതിന്റെ ഡയലോഗ് ഉള്ളത്. അല്ല, അപ്പൊ ഒരു വൈഡ് പോയിട്ട് മിഡിലോട്ട് പോയപ്പോ ഞാൻ പറയാം മിഡ് വെക്കാൻ പറഞ്ഞാൽ നീ മിഡ് വെക്കാം. എന്നെ പഠിപ്പിക്കണ്ട, ഞാൻ കുറെ നാളായത് കേട്ടാ. അതെ, 50,000 റുപ്യാണ് MD ഇതിനു വേണ്ടി അനുവദിച്ച്. അല്ല, ഒന്നെന്നാണല്ലോ പറഞ്ഞത്. അത് മാറ്റി. എപ്പോ? അതിപ്പോ സിനിമാക്കാരന് നല്ലല്ലോ എന്നിട്ട് 50 ആക്കി. അതാൻ പറഞ്ഞേ. നോക്കിയില്ല ഡയലോഗ്. ഇതാണ് അതിന്റെ മാർക്കറ്റ് മാനേജർ സാർ. ഇത് ആർട്ടിസ്റ്റ് മോഹൻ. അതെ, നമ്മളെന്താ ഉദ്ദേശിക്കണെന്ന് വെച്ചാലേ, വെള്ളാരം യൂത്ത് ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരു മുഖം വെളുക്കാനുള്ള ഒരു പൗഡറിന്റെ പരസ്യമാണ്, ക്രീമിന്റെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ നാച്ചുറലായിട്ട് സാധാരണ ഒരാൾ ഇത് ഉപയോഗിച്ചിട്ട് വന്ന അനുഭവം പറയണ പോലെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. നോക്കാല്ലോ നമുക്ക്. നിങ്ങളൊന്ന് പറഞ്ഞെടുത്തേക്ക് ചെയ്യേണ്ട എന്താന്ന്. വെറുതെ വന്ന് നിന്നിട്ട് വളരെ നോർമലായിട്ട് വരാം, ക്യാമറക്ക് ലുക്ക് തരും. അവിടെ നോക്കിയിട്ട് ഡയലോഗ് ഇങ്ങനെ പറയണം. വളരെ നിരാശനായി നിന്നുകൊണ്ട്, കഴിഞ്ഞ 1 മാസം മുമ്പ് വരെ എൻ്റെ നിറം കാരണം ഞാൻ വളരെ നിരാശനായിരുന്നു. എൻ്റെ കറുത്ത നിറം എൻ്റെ ജീവിതം തന്നെ എന്നെ വെറുപ്പിച്ചു. വീട്ടുകാർ എന്നെ ഒറ്റപ്പെടുത്തി. എനിക്കൊരു വിവാഹം പോലും നടക്കുന്നില്ല എൻ്റെ കളറ് കാരണം. അപ്പോഴാണ് ഞാൻ ഈ വെള്ളാരം യൂത്ത് ക്രീമിനെ കുറിച്ച് അറിഞ്ഞത്. അത് പെരട്ടി 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കളർ ഇങ്ങനെ വാവ് കിട്ടിയത്. ഇതല്ല, ഇതിലും നന്നാക്കി പറയണോ? ഇതുപോലെ തന്നെ പറയാം. ഈ ഫീല് വേണം. നോക്കാം. അപ്പൊ ചാട്ടി, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ഇത് കൈ പിടിക്കണ്ടോ? ഇല്ല, പറയാ ഒന്ന് നോക്കാം. റെഡി? നോക്കാം. സൈലൻസ്, റോൾ, ആക്ഷൻ. കഴിഞ്ഞ 1 മാസം വരെ വിഷ്ണു ഒന്ന് ടച്ച് ചെയ്ത്. എന്താ മോഹന, നേരം വെളുത്തപ്പോ തൊട്ട് നിനക്ക് പുട്ടിയിരുന്നല്ലേ? ടച്ച് ടച്ച് ചെയ്യാൻ ആക്ഷൻ പറയുമ്പോഴാണ് ടച്ച് ചെയ്യണ. വേമാറ് സൈലൻസ്, റോൾ, ആക്ഷൻ. നമസ്കാരം. കഴിഞ്ഞ 1 മാസം മുമ്പ് വരെ ഞാൻ വളരെയധികം നിരാശനായിരുന്നു. വർക്കില്ലാണ്ടായിരിക്കും. കട്ട്.
അങ്ങനെയല്ല പറയേണ്ടത്. ഇത് നാടകം തുടങ്ങാൻ അനൗൺസ് ചെയ്യണ പോലെ അല്ല. നമ്മൾ സാധാരണ ഒരാൾക്ക് അനുഭവം വന്നിട്ട് അയാൾ ഉള്ളിന്ന് പറയണ പോലെ പറയണം. ഞാൻ പറഞ്ഞു തന്നില്ലേ, കഴിഞ്ഞ 1 മാസമായി ഞാൻ വളരെ നിരാശനായിരുന്നു. പറഞ്ഞില്ല, അതാണ് മാണ്ടി കേട്ടോ. പറഞ്ഞേ ഒന്ന് നോക്കാം ജീവ, ഒന്ന് നോക്കാം. കഴിഞ്ഞ 1 മാസം വരെ ഞാൻ വളരെയധികം നിരാശ. അതല്ല നമുക്ക് വേണ്ടത്, അതല്ല. അതെ, ഇദ്ദേഹത്തിന് ശരിയാകുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. അവന്റെ വർത്തമാനത്തിലൊക്കെ കുറച്ച് ജാടുണ്ട്. അപ്പൊ വന്നപ്പോ ശ്രദ്ധിച്ചോ, ഞാൻ ഷൈക്കിന്റെ അടുത്തോ ഷൈക്കിന്റെ രണ്ടേ പോയി. ഇല്ല, അവൻ കുറെ ആട് ചെയ്തിട്ടില്ല, നമുക്ക് ശരിയാക്കി എടുക്കാം. ഇത്ര കളർ വേണ്ടല്ലോ നമ്മളാൾക്ക്. ഇത്രയും കളർ തന്നെ ആക്കിയത് രാവിലെ തൊട്ട് 4 ആള് കൂട്ടിയിട്ടിട്ടാണ്. അവന് കളറൊന്നുമില്ല. ഇത് കളറാക്കിയതാ? കളറാക്കി അവന്റെ യഥാർത്ഥ പടം നമ്മ സൈഡിൽ കാണിക്കും. ഇത് ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന മുമ്പുള്ള നമ്മ കാണിക്കും. അപ്പൊ രണ്ടിനും പറ്റിയ ആളാണിത്. പുറകിൽ പച്ച കളറില്ലേ, അത് മഞ്ഞൊക്കെ അറ്റം വരും, പച്ചയാകുമ്പോ അതിനൊരു ആ കളറൊന്നും കാണൂല. ഇതൊരു ഗ്രീൻ മാറ്റാണ്, പുതിയൊരു ടെക്നോളജിയാണ്. അതിന്റെ പുറകിൽ നമുക്ക് ഈ ക്രീമിന്റെ പെട്ടിയും പാക്കറ്റും ഒക്കെ ഇങ്ങനെ കറങ്ങും നിന്നിട്ട് അങ്ങനെ വരും. ഫൈനൽ ഔട്ടിൽ അതൊന്നും ഉണ്ടാവില്ല, പച്ചയൊന്നും ഉണ്ടാവില്ല. അത് ഞാൻ കാണിക്കുമ്പോ ഇപ്പൊ അഭിപ്രായം പറയല്ലേ, ഞാൻ ആകെ ടെൻഷൻ. നോക്കാം നമുക്കത്. മോഹൻ ഓക്കെ അല്ലേ? ഓ ഓക്കെ. അറിയാൻ പാടില്ലേ പറയണം. ഇല്ല കുഴപ്പമില്ല. ഓക്കെ, ബൈ ഹാർട്ട്. സൈലൻസ്, റോൾ, ആക്ഷൻ. നമസ്കാരം. കഴിഞ്ഞ 1 മാസം മുമ്പ് വരെ ഞാൻ വളരെയധികം നിരാശനായിരുന്നു. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഞാൻ വളരെ കറുത്തിട്ടായിരുന്നു. എൻ്റെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം എന്നെ അവഗണിക്കുമായിരുന്നു. എൻ്റെ 12 വിവാഹാലോചനകൾ വരെ മുടങ്ങിപ്പോയി. ആ സമയത്താണ് ഞാൻ വെള്ളാരം യൂത്ത് ക്രീമിനെ പറ്റി അറിയുന്നത്. 1 മാസം ഞാൻ ഇത് ഉപയോഗിച്ചതേ ഉള്ളൂ. എൻ്റെ മുഖം നോക്കൂ, വാവ്, എന്ത് മാറ്റം. ഞാനല്ലേ പറയേണ്ടത്? സാക്കിയിട്ട് പറഞ്ഞു പോയതാ. നിന്നോടല്ലേ പറഞ്ഞത് മനസ്സിലായെന്ന് ചോദിച്ചപ്പോ നീ മനസ്സിലായെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഡയലോഗ് കറക്റ്റ് ആയിരുന്നു. ഡയലോഗ് കറക്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, ഫീലിൽ പറയണം. ഞാൻ പറഞ്ഞു തന്നില്ലേ നിന്നോട്? ഫീൽ ഉണ്ടായിരുന്നു. എവിടെ ഫീൽ ഉണ്ടായി? പൈസ ചോദിക്കണ നേരത്ത് ഫീൽ ഉണ്ടായി നിനക്ക്. ഇതിൽ വരണ്ടേ? വേണ്ട, വേറെ ആളെ നോക്കി. കുറെ കാലമല്ല മോഹന നീ തൊഴിൽ തുടങ്ങിയിട്ട്. ഒരു ചെറിയ ഡയലോഗ് നിനക്ക് പറയാൻ പറ്റില്ലേ? ഒരു ദിവസം വർക്കിന് വിളിച്ചാൽ ഞാനിപ്പോ ആടിന് 50 ആണ് വാങ്ങണ, 1 lakh ആണ് വാങ്ങണ. വാങ്ങിയിട്ട് കാര്യമില്ല, അത് പെർഫോമൻസിന് വരണം. അല്ല, ഇപ്പൊ തരുന്ന 50 മുഴുവൻ ഇവന് കൊടുക്ക. അതവൻ ചോദിക്കില്ല, 5 രൂപ കൊടുത്തോളൂ. അതെ, അത് വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയും. MD ഇപ്പൊ വിളിക്കുമ്പോ പറയണം, ഇവനെ ഒഴിവായി കളി. വേറെ എന്താ ഇപ്പൊ നടക്കാൻ പെട്ടെന്ന്? ചക്കരെ, ഇനി പറയാൻ നിൽക്കണ്ട, നീ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞേ. സാറേ, നമുക്ക് ഇവനെ കൊണ്ട് പറയിപ്പിച്ചാലോ? ഇവനോ? ആ പച്ച ഷർട്ട് ഇട്ടാണ്. അവൻ പറയും എടുക്കാനാണ്. അല്ല, ഓ കറുത്തിട്ടല്ലേ? അവനെ വെളുപ്പിക്കാമല്ലോ നമുക്ക് മേക്കപ്പ് ചെയ്ത്. അങ്ങനെയൊക്കെ വെളുക്കുവോ? പിന്നെ വെളുക്കൂലേ. നിങ്ങൾ ഈ സീരിയൽ നടിമാരെ കണ്ടിട്ടുണ്ടാ? അവര് അഭിനയിക്കാൻ രാവിലെ വരുമ്പോ പെറ്റ തള്ള കണ്ടാ സഹിക്കൂല. ആ കോലാണ് നമ്മൾ അങ്ങനെ ആക്കി എടുക്കുന്നത്. ഫുള്ള് മേക്കപ്പ് അല്ലേ? പിന്നില്ലേ. ചക്കരെ, ഞാൻ പറഞ്ഞ ഫീലില്ലേ, അതുപോലെ നീ ഒന്ന് വായിച്ചേ. അവനല്ല, നീ വായിക്ക്. ഒന്ന് വായിക്ക് മോഹൻ, അത് കേൾക്ക്. കഴിഞ്ഞ 1 മാസം വരെ ഞാൻ വളരെ നിരാശനായിരുന്നു. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. ഞാൻ വളരെ കറുത്തിട്ടായിരുന്നു. നാട്ടുകാരും വീട്ടുകാരും എന്നെ അവഹേളിച്ചു. എൻ്റെ വിവാഹം പോലും മുടങ്ങിപ്പോയി. ആ സമയത്തായിരുന്നു ഞാൻ ഈ ക്രീം പരിചയപ്പെടുന്നത്. ഈ ക്രീം ഉപയോഗിച്ചതിന് ശേഷം എന്നിൽ വളരെയധികം മാറ്റമാണ് വന്നത്. വാവ്, നോക്കൂ ഈ ക്രീം. ഇതാണ് ഫീല്, ഇതാണ് നമുക്ക് മാണ്ടിയേ. എടാ നീയേ അവനെ കൊണ്ടുപോയിട്ടെ ഒരു 3 ലെയർ പുട്ടിയിട്ടിട്ടൊന്ന് വെളുപ്പിക്കും. അവൻ മതി. നീ ആ ഷർട്ടും പാൻറ്റും അവൻ അഴിച്ചു കൊടുക്കുക, അവൻ പറഞ്ഞോളും. ഷോർട്ടൊന്നുമില്ല, നീ ആ ഷർട്ട് അങ്ങോട്ട് ഊരി കൊടുക്കും. അതേ, ഇവനാകുമ്പോ 50,000 രൂപ ആവശ്യം വരില്ലല്ലോ അല്ലേ? ഇവനാകുമ്പോ 10-75 രൂപ വേണ്ടി വരും. അതെ, അവനെ വെളുപ്പിച്ചെടുക്കാൻ 10-35,000 രൂപ ആവൂലേ? പിന്നെ ഞാൻ ഈ മോഹനെ കൊണ്ട് പറ്റാത്തേക്ക് ഇവനെ കൊണ്ടാ ചെയ്യിക്കണ. പിന്നെ മിടുക്കനാണ്, ഇവൻ പൊളിക്കും. ബ്രേക്ക്. ഈ പെണ്ണിത് എന്ത് ഭാവിച്ചു? ഒന്ന് വേഗം ഇറങ്ങടിയതേ. അല്ല, ഇവിടെ കൊടുത്താക്കിട്ട് വേണം എനിക്ക് ഇനി കടയിൽ പോവാൻ. ഞാനേ ഒരു 12 മണിയാ ഇവിടെ കടയിലെത്താൻ.
അല്ല ഒന്നുമില്ല, ഈ മണ്ടോതിരിക്കേ 2 ദിവസമായിട്ട് രാത്രി ഇങ്ങനെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കഞ്ഞും കാലൊക്കെ ഒരു ചൊറിച്ചില്. ഇപ്പൊ ഇന്നലെ രാത്രി നോക്കുമ്പോ തൊണ്ട വരെ ചൊറിയണു, മേലൊക്കെ ചൊറിയാന്ന് പറഞ്ഞിട്ട്. ഇന്നിപ്പോ രാവിലെ നീച്ച് നോക്കിയപ്പോ കാലിലും കയ്യിലൊക്കെ ഒരേ നീര്. അപ്പൊ ആ സത്യശീലൻ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാ. ആ ഞാൻ അവളെ കാണിച്ചിട്ടേ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിട്ട് അങ്ങോട്ട് വരുള്ളൂ. ആ ശരി ശരി. ഇവളിത് മണ്ടോ ഈ വരണ്ട അങ്ങട്. എന്താടി ഇത്? നന്നായിട്ടില്ലേ? എന്റെ മുത്ത ഇങ്ങനെ പുറത്തിറങ്ങിയ ആൾക്കാർ കണ്ണിട്ടു. ഇവിടെ ഒരു കൊട്ടുകൂടി കുത്ത്. എടി നീ ഡോക്ടറെ അടുത്തേക്കാ പോണേ അതോ കല്യാണത്തിലാണോ പോണേ? ഡോക്ടറത്തേക്ക്. എടി അതിനെന്തിനാടി ഇങ്ങനെ മേക്കപ്പ് ചെയ്യണ്? എന്താ ഓവറാ? ഓവറാണോന്നോ? ഒറ്റ ഓവറല്ല, ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ കുറച്ച് വൃത്തിക്ക് പോകാൻ പറ്റൂ. ആ നീ ഇങ്ങനെ വെളുക്കാൻ വേണ്ടി ഓരോന്ന് തയ്ച്ചോ, അവസാനം കുടുംബം വെളുക്കും. നടക്കാണ്ട്. ഇതൊന്ന് പോക്കറ്റ് വയ്ക്കോ. ഇതെന്തിനാ? അത് ലിപ്സ്റ്റിക് ഇടയ്ക്ക് പോയിണ്ടെങ്കിൽ എനിക്ക് ഇടാൻ വേണ്ടി. ലിപ്സ്റ്റിക്കാ നടക്കാണ്ട്. ഇവിടെ എന്തുണ്ടോ നോക്കിയേ. എടി അത് കാണിക്കാനല്ലേ ഈ പോണത്. അവിടെ നല്ലോണം ഉണ്ട്. എന്റെ അമ്മേ നടക്കാണ്ട്. എന്ത് വന്നില്ലേ? ഇത് തുറന്നിട്ടാണോ പോണേ? ആ ഇടയ്ക്ക് എനിക്ക് തയ്യില്ല. പിന്നെന്തിനു നിക്കണ അങ്ങോട്ട് നടക്ക്. ചൊറിയണെന്ന് ചൊറിയുമ്പോഴോ? ഇല്ല ഇല്ല, കുഴപ്പമില്ല കേട്ടാ. ഞാൻ ആദ്യം വിചാരിച്ചു ഇതേ നെഫ്രോട്ടിക് സിൻഡ്രം ആണോ എന്ന്, അതായത് ഒരു തരം കിഡ്നി രോഗം. പക്ഷെ അല്ല കേട്ടോ. അല്ലേ? നന്നായി മേക്കപ്പ് ചെയ്യാറുണ്ടല്ലേ? കുറച്ച്. ഈ ക്രീമുകളൊക്കെ തേക്കാറുണ്ടോ? ചെറുതായിട്ടൊന്നല്ല സാറേ. ഏത് നേരം മേക്കപ്പാണ്. ഇപ്പൊ സാറെ കാണാൻ വരാൻ വേണ്ടിട്ട് 2 മണിക്കൂറാ മേക്കപ്പ് ചെയ്യാൻ എടുത്തു. ഒരു കല്യാണം എന്ന് വേണ്ട, ഇനി വീട്ടിലെ വെറുതെ ഇരിക്കുകയാണെങ്കിലും മേക്കപ്പ് ചെയ്യല പണി. ശരി. ഈ പരസ്യത്ത് കാണുന്ന എല്ലാ സാധനങ്ങളും മേടിച്ച് ഇങ്ങനെ പൂശും. ഇപ്പൊ ദൈവം അത്യാവശ്യത്തിന് നിറം കൊടുത്തിട്ടുണ്ട്. ഇത് പോരാഞ്ഞിട്ട് ഇപ്പൊ ഒരു 3 മാസം മുമ്പ് വെള്ളാരെന്ന് പറഞ്ഞിട്ടൊരു ക്രീം വെളുക്കാനുള്ള അത്രേ. അപ്പൊ അത് മേടിച്ച് തേച്ചോണ്ടിരിക്കപ്പോ. അതൊന്നും ഉപയോഗിക്കരുത്. ഈ വ്യാജ ക്രീമുകളൊക്കെ വാരി തേക്കുന്ന ആളുകൾക്ക് കണ്ടുവരുന്നതാണ് ഈ നെഫ്രോട്ടിക് സിൻഡ്രം, അതായത് കിഡ്നി രോഗം. ഇവളങ്ങനെ അകത്ത് കഴിക്കണ ക്രീമൊന്നും മേടിക്കാറില്ല. ഈ തൊലിയുടെ പുറത്ത് ഇങ്ങനെ പുരട്ടുള്ളൂ. അതെങ്ങനെയാണ് കിഡ്നീനെ ബാധിക്കുന്നത്? അത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം, അത് ശ്രദ്ധിച്ച് കേൾക്കണം. പക്ഷേ വ്യാജ ക്രീമുകളിലെല്ലാം മെർക്കുറിയും കാഡ്മിയവും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഈ തൊലിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് പ്ലാറ്റം കോണിയം. എന്താണ് പ്ലാറ്റം കോണിയം? അതന്നെ. നമുക്ക് വരുന്ന പല അസുഖങ്ങളെയും തടഞ്ഞു നിർത്തുന്നത് ഇവനാണ്. ആര്? ഈ പ്ലാറ്റം കോണിയം. അതെ, ഈ പ്ലാറ്റം കോണിയം. അതല്ലേ പറഞ്ഞു വരുന്നത്. സോറി. ഇത്തരം ക്രീമുകളിൽ അടങ്ങിയിട്ടുള്ള മെറ്റൽ കണ്ടന്റുകൾ പ്ലാറ്റം കോണിയത്തെ നശിപ്പിച്ചു കളയുന്നു. ഒപ്പം ഇത് ശരീരത്തിനകത്ത് പ്രവേശിച്ച് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തെ താറുമാറാക്കി കളയും. ഒപ്പം ശരീരത്തിനകത്ത് വേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട്, അതിനെ എല്ലാം ചോർത്തിക്കളയും. അതായത് ജീവൻ നിലനിർത്തുന്നതിനുള്ള പ്രോട്ടീൻ അത് നഷ്ടപ്പെടും. ശരീരത്തിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മരണം തന്നെ സംഭവിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള ക്രീമുകളൊന്നും വാരി തേക്കാതിരിക്കുക, അതാണ് വേണ്ടത്. നിങ്ങൾക്ക് ജന്മനാൽ ഒരു നിറം കിട്ടിയിട്ടുണ്ടല്ലോ, അതാണ് യഥാർത്ഥ സൗന്ദര്യം.